തലസ്ഥാന നഗരിയിൽ നേടിയ മികച്ച വിജയം ഉൾപ്പെടെ എൻഡിഎയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണ്. തിരുവനന്തപുരത്തിന് പുറമെ മറ്റു കോർപ്പറേഷനുകളിലും വാർഡുകൾ പിടിച്ച് എൻഡിഎ ശക്തി അറിയിച്ചു. അതേസമയം കയ്യിലുണ്ടായിരുന്ന പാലക്കാട് നഗരസഭയുടെ ഭരണം തുലാസിലായതും പന്തളത്ത് നഗരസഭാ ഭരണം നഷ്ടമായതും എൻഡിഎക്ക് ക്ഷീണമായി. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞത് നേട്ടമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കുമെന്ന് കരുതിയ തൃശൂരിൽ അതുണ്ടായില്ല. സുരേഷ് ഗോപി നേരിട്ട് പ്രചാരണം നയിച്ച തൃശൂരിൽ എൻഡിഎ പിന്നിലായി. അക്കൗണ്ട് വലുതാക്കിയോ എൻഡിഎ? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ഹരിമോഹനും ജെയ്സൺ ചാമവളപ്പിലും ചേരുകയാണ്, ഒപ്പം ഇക്ബാൽ അറക്കിലും. ഗുഡ് ഈവനിങ് ഹരിമോഹൻ. ആദ്യം ഹരിയിലേക്ക് തന്നെ വരാം. ഹരി, മൊത്തത്തിൽ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ ഓപ്പൺ ചെയ്യില്ല എന്ന് കരുതിയ ഇടത്ത് വലിയ ഒരു FD അടക്കം ഇട്ടുവച്ചിരിക്കുന്നത് പോലെ തിരുവനന്തപുരം നിൽക്കുകയാണ്. മറ്റിടങ്ങളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. നഗരസഭകളിലടക്കം സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ആകെ ഒരു കേരളത്തിൽ ഉടനീളമുള്ള ഒരു പാൻ കേരള അക്കൗണ്ട് ആണോ എൻഡിഎ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സുജയ, ഈ പാലക്കാടും പന്തളവും ഒക്കെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട് എങ്കിൽ പോലും തൃശ്ശൂരിലും അത്തരത്തിലുള്ള തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചതും ഒപ്പം കൊല്ലം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ സീറ്റുകൾ നേടി ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ BJP ഈ കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നേട്ടമായി തന്നെയാണ് അവകാശപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം നേടിക്കൊണ്ട് ഒപ്പം തന്നെ CPM-ന്റെ കോട്ടകളിൽ കയറിക്കൊണ്ടാണ് ഇത്തരത്തിൽ 50 സീറ്റുകൾ നേടിയത് എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമാണ്. മുൻ മന്ത്രിയുടെയും ഇപ്പോഴുള്ള മന്ത്രിയുടെയും മണ്ഡലങ്ങളിൽ കയറിയാണ് ഏറ്റവും കൂടുതൽ വാർഡുകൾ പിടിച്ചെടുത്തത്. മാത്രമല്ല ഈ കുറി സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുള്ള പ്രചാരണം, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണം, സ്വർണ്ണക്കൊള്ളയിൽ അടക്കം നടത്തിയിട്ടുള്ള പ്രചാരണ വിഷയമൊക്കെ തന്നെ തങ്ങളെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിലാണ് BJP സംസ്ഥാന നേതൃത്വം ഇതിനെ കാണുന്നത്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തി കാട്ടിയിരിക്കുന്നു, കരുത്ത് കാട്ടിയിരിക്കുന്നു. അതിന്റെ അഭിനന്ദനം രാജീവ് ചന്ദ്രശേഖറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടിയിരിക്കുകയുമാണ്. അതിനു മുൻപ് ഈ അഭിനന്ദനം കിട്ടിയത് കേന്ദ്ര സഹമന്ത്രിയായി ഇപ്പോഴുള്ള സുരേഷ് ഗോപിക്കാണ്. തിളക്കം കുറയുകയാണോ ജെയ്സൺ ചാവളപ്പിൽ? ഗുഡ് ഈവനിംഗ്. തൃശൂരിൽ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം കോർപ്പറേഷനിൽ എന്തുകൊണ്ടാണ് എൻഡിഎക്ക് കഴിയാതെ പോയത്? കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 വാർഡുകൾ പിടിച്ചെടുക്കി 12 വാർഡുകളിൽ 2ാം സ്ഥാനം വരികയും ചെയ്തു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാണ് മത്സരിച്ചത്. അതിൽ 25 വാർഡുകളിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇപ്പോൾ 2024 അത് 35 വാർഡുകളിൽ 1ാം സ്ഥാനത്തെത്തി. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് പറഞ്ഞത്. 35 വാർഡുകളിൽ 1ാം സ്ഥാനത്തെത്തിയ BJPയുടെ സ്ഥിതിയാണ് ഇപ്പോൾ വെറും 8 വാർഡുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. തികഞ്ഞ തിരിച്ചടി എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. പുറത്തേക്ക് പറയുന്നത് 2 വാർഡുകൾ കൂടി പിടിച്ചെടുത്തു, LDF-ഉം UDF-ഉം ഒന്നിച്ചെന്ന് തങ്ങളെ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിഞ്ഞില്ല, വേണ്ടത്ര ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ആത്യന്തികമായി ഫലം എന്ന് പറയുന്നത് പരാജയമാണ്. 8 വാർഡുകളിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സജീവമായി പ്രചാരണത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് വേണം അതിനെ വിലയിരുത്താൻ. അതിൽ വിവാദങ്ങളുണ്ടാകാം. സുരേഷ് ഗോപി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഇതുവരെയായിട്ട് പ്രകടമായ യാതൊരു വികസന പദ്ധതികളും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നില്ല എന്ന കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. തൃശ്ശൂരിൽ ഇരുന്നു കൊണ്ട് എയിംസ് ആലപ്പുഴ വേണമെന്ന് പറയുന്ന സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അല്പം വിമർശനത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരുന്നതിന് മുൻകൈയെടുക്കുന്നതിന് പകരം ആലപ്പുഴയിൽ വികസനം വരണമെന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിനോട് തൃശ്ശൂർക്കാർക്ക് അത്ര ദഹിച്ചിട്ടില്ല. അതാണ് കലുങ്ക് സഭയടക്കം നടത്തിയെങ്കിലും ആ കലുങ്കിന് വന്ന ആളുകൾ അത് വോട്ടായി കൺവേർട്ട് ചെയ്തില്ല എന്നത് തൃശ്ശൂരിൽ നമുക്ക് കാണാം. നമുക്ക് പാലക്കാട്ടേക്ക് വന്നാൽ ഇക്ബാൽ അറക്കൽ, പാലക്കാട് നഗരസഭ എപ്പോഴും ഒരു ഷുവർ ബെറ്റ് എന്ന രീതിയിലാണ് BJP അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പന്തളത്ത് സംഭവിച്ചതിനെക്കുറിച്ച് പാർട്ടിയുടെ വിലയിരുത്തൽ എന്താണ്? സുജയ, പാലക്കാട് ആകെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അവർ ഇത്തവണ അകത്തേത്തറയിലും പുതൂരുമെല്ലാം ഭരണം നേടുമ്പോഴും മുനിസിപ്പാലിറ്റിയിലും വലിയ രീതിയിൽ ഒരു നേട്ടം ഉണ്ടാക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ കേവല ഭൂരിപക്ഷം BJPക്ക് നഷ്ടമാവുന്ന സ്ഥിതിയാണ് ഇത്തവണ പാലക്കാട് ഉണ്ടായത്. കഴിഞ്ഞ തവണ 28 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 25ലേക്ക് വീഴുകയായിരുന്നു. പല സീറ്റുകളും BJPയിൽ നിന്നും നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണമായത് വിഭാഗീയതയും നേതാക്കൾക്കിടയിലെ തമ്മിൽ തല്ലുമാണ് എന്നുള്ളതാണ് BJP നേതാക്കൾ വിലയിരുത്തുന്നത്. ഏതായാലും ഇത്തവണ
പാലക്കാട് BJP-ക്ക് ഭരണം തുടരാൻ കഴിയുമോ എന്നുള്ളത് ഇനി എന്തായാലും കണ്ടറിയുക തന്നെ വേണം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിൽ പോലും തന്നെ BJP-യെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ പാലക്കാട് വലിയ രീതിയിൽ സജീവമായി കൊണ്ടുപോവുകയാണ് LDF-ഉം UDF-ഉം. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ BJP-യുടെ ഭരണം തുലാസിലാണ് ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് നിലവിൽ പറയേണ്ടത്. പന്തളത്താണെങ്കിൽ BJP-ക്ക് ഇത്തവണ എന്തായാലും ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ തവണ 18ഓളം സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പകുതിയായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കി BJP ഉയർത്തിക്കൊണ്ടുവരികയും കയ്യിൽ നിന്ന് പോയി അത് കൃത്യമായി പാർട്ടി വിലയിരുത്തേണ്ട ഒരു കാര്യമായി നിൽക്കുകയാണ്. പാലക്കാട്ട് ഇനി ഭരണത്തിലേക്ക് വരാൻ കഴിയുമോ അതോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭരണത്തിനായി കാത്തിരിക്കുമോ അത് പ്രചാരണ വിഷയമാക്കാൻ അതാണ് പാലക്കാട്ട് നിന്ന് അറിയേണ്ടത്. താങ്ക് യു ഇക്ബാൽ, ജെയ്സൺ ആൻഡ് ഹരിമോഹൻ. 2020-ലെയും